വല്ല പ്രയാസം അത് വെള്ളം കണ്ടില്ല, ഞങ്ങൾ വെള്ളത്തിൽ കിടക്കണം. ഇത് അവിടെ ഇവിടെ ഇല്ല, ഇറച്ചും വെള്ളമാണ്. ഇത് ഏറ്റായതിന്റെ ഇറക്കത്തിനാണ് ഇപ്പൊ, പിന്നെ ഏറ്റത്തിന് അടിച്ച് കയറാൻ വെള്ളം. ഈ റോഡ് ഇപ്പോ മഴ കടൽക്ഷോഭ രൂക്ഷമായതിനെ തുടർന്ന് ഇന്ന് സംഭവിച്ചാണിതല്ലോ. ഈ കടൽക്ഷോഭം വരുന്ന ഇപ്പൊ എത്രയോ മുമ്പ് ഞങ്ങൾ പറഞ്ഞു ഇവിടെ കല്ലിടാൻ പറഞ്ഞാണ്. ഇടല്ല, നമ്മളെന്ത് ചെയ്യും? ഈ ഭാഗം മാത്രം ഒഴിവാകാനുള്ള കാരണം ഇത് വളരെ ഇഴഞ്ഞാണോ നീങ്ങുന്നത്? കടൽ ഭിത്തി നിർമ്മാണം വാർഡിൽ പെട്ടതാണ്. ഈ വാർഡിൽ തിരിഞ്ഞു നോക്കല്ലാരും. ഇത് ഞങ്ങള് വീട്ടിലെ വെള്ളത്തിലാണ്. 10 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് വീട് ഗവൺമെന്റ് ഞങ്ങൾ ലോണിലെടുത്ത് പിടിച്ചെടുത്താ വീട്. ഇവിടെ അത് സ്വീപ്പായിട്ടില്ല ഉള്ളു. കുടുംബങ്ങളൊന്നും മാറി താമസിച്ചിട്ടോ? ഇല്ല. അത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഞങ്ങളൊന്നും പോയിട്ടില്ല ഇവിടുന്ന്. കഴിഞ്ഞ വർഷം ഇത്ര ഗതികേട് ഉണ്ടായില്ല, ഇപ്രാവശ്യമാണ് കൂടുതലായി. ഉദ്യോഗസ്ഥരാരെങ്കിലും വന്ന് വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ആരുമില്ല. പിന്നെ വിളിക്കും, കോളേജിൽ പോവാ മറ്റുള്ള പോവാന്നുള്ളൊരു പേര് തിരഞ്ഞു വരും. എന്നാലും ഇപ്പൊ ഞങ്ങള് കുടിവെള്ളം വരെ എത്തിക്കണ ഇടതുപക്ഷ മുന്നിലേക്കാരാണ് കൊടുത്തു. മറ്റുള്ള ഒരു പാർട്ടി ഇവിടെ തിരിഞ്ഞു നോക്കലില്ല. 20ഓളം വീടുകളില് പ്രായമായവരും രോഗികളൊക്കെ ഉണ്ടല്ലേ, അവർക്കൊന്നും ഇവിടുന്ന് മാറി താമസിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. പൊന്തിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇത് 10-20 വർഷമായി ഈ കല്ലിടും എന്നിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ അവിടെ ഇട്ട് വരുള്ളൂ. 6 മാസമായി ഇപ്പോൾ അവിടെ ഇട്ട് തുടങ്ങിയിട്ട് ഇതുവരെ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല വല്ലി.